മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി മോളെ ഉറക്കാൻ നിന്നു കേട്ടോ. പിന്നെ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ അരിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉസ്താദുമാർക്ക് ചിലവായിരുന്നു. അതുകൊണ്ട് തന്നെ തലേദിവസം തന്നെ അല്ലാതെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ കടന്നിട്ട് ആകെപ്പാടെ ഹറിബറി ആക്കണ്ടല്ലോ. അപ്പം ഞാനിവിടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഉമ്മ ഇവിടെ പത്തിരി ചുടാൻ മാവൊക്കെ കുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അധികം പരത്താൻ വേണ്ടിയിട്ടാട്ടോ നിൽക്കൽ. അങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, കാരണം 5 ഉസ്താദുമാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടേ. അപ്പോൾ അതെല്ലാതും പരത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. രാത്രി ആട്ടോ അത് ചെയ്യണത് തന്നെ. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കിടക്കാനാണെന്നുണ്ടെങ്കിലും കാലൊക്കെ ഒരുമാതിരി വേദനയായിരുന്നു കേട്ടോ. ഒറ്റ നിപ്പിൽ തന്നെ നിന്ന് പരത്തിയോണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊരു ഐസ്ക്രീമും ഈ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അതും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ ചിക്കന് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി കുറച്ചൊക്കെ അടുപ്പത്താണ് ചുട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചുടുമ്പോൾ മഞ്ഞ കളർ ഇങ്ങനെ പത്തിരിമ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചുട്ടിട്ട് നിർത്തി. പിന്നെ ഞാൻ ബാക്കി ഗ്യാസുമ്മ ചുട്ടു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ ഇതിനെ നിൽക്കണ്ടായിരിക്കും. നല്ലത് ഇതിപ്പോൾ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി അവിടെ കഴിയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അടുപ്പത്ത് ചിക്കൻ കറി വെക്കാനുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട്. ഉള്ളി ഇതൊക്കെ വഴണ്ടി കിട്ടിക്കോട്ടെ. അപ്പോഴേക്കിന് കുറച്ച് പത്തിരിയും ചുടാലോ എന്ന് ചെയ്തിട്ട് രണ്ടും ഒറ്റ കൈ തന്നെ കേട്ടോ നോക്കണത്. പൊതുവേ മൺകുടുക്കിയിലാണ് വെക്കാറ്, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ട് തന്നെ ചെമ്പട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. എനിക്ക് മൺകുടുക്കിയിൽ വെക്കണം കേട്ടോ എന്തും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അധികം മൺകുടുക്കിയിലാണ് ചിക്കനൊക്കെ വെക്കാറ്. അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിട്ട് ഇതവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിക്ക് ഇനി തേങ്ങ അരച്ചിട്ട് ഇതാക്കണം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ റൂമിലെത്തി നോക്കുമ്പോൾ ഉപ്പയും മോളും ഇവിടെ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ ചേർന്നവരേക്കും ബായ്.